ഈ കഴിഞ്ഞ ദിവസമാണ് പെട്ടെന്ന് വൈറലായി മാറിയ ഒരു വീഡിയോ നമ്മൾ കാണുന്നത്. ഓട്ടോറിക്ഷ വിളിച്ച ശേഷം സ്റ്റുഡിയോയിലേക്ക് പോകാൻ യുവതി ഡ്രൈവറോട് ആവശ്യപ്പെടും. എന്നാൽ ഈ യാത്രക്കാരി പറഞ്ഞ സ്റ്റുഡിയോ എന്ന വാക്ക് ഡ്രൈവർ തെറ്റിദ്ധരിച്ച് കേട്ടത് സ്റ്റുഡിയോ എന്നാണ്. അങ്ങനെ ഏത് സ്റ്റുഡിയോയിലാണ് പോകേണ്ടതെന്നും ഇവിടെ കുറച്ച് അധികം സ്റ്റുഡിയോകളൊക്കെ ഉണ്ടെന്നും ഈ ഡ്രൈവർ പറയും. അതോടെ യാത്രക്കാരിയായ പെൺകുട്ടി ഈ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് ആരോപിക്കുകയാണ് ചെയ്തത്. ഉടനെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് ഇയാളുടെ മുഖം വ്യക്തമാക്കി കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ആരംഭിച്ചു. ആ വീഡിയോ പെൺകുട്ടി ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു. അതോടെ കടുത്ത സൈബർ ആക്രമണമാണ് ഈ ഡ്രൈവർക്ക് നേരെ ഉണ്ടായത്. വെള്ളമടിച്ചാണോ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്? ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറിയ പെൺകുട്ടി ചോദിക്കുന്നത്. പിന്നീട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മറ്റൊരു യുവാവിന്റെ സഹായത്തോടെ ഈ പാവം ഓട്ടോ ഡ്രൈവർ ഒരു വീഡിയോ ഇറക്കി. താൻ മദ്യപിക്കാത്ത ആളാണ്, ഇനി മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ തന്റെ ഓട്ടോറിക്ഷയും ഒപ്പം 1 ലക്ഷം രൂപയും സമ്മാനമായി നൽകാമെന്നാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ വെല്ലുവിളിച്ചത്. അതേപോലെ പെൺകുട്ടി ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം തന്നെ ആരും ഓട്ടം വിളിക്കുന്നില്ലെന്നും ജീവിതം വഴിമുട്ടിയെന്നും അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു. ഈ പാവത്തിന് സ്റ്റുഡിയോ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പൊതുവെ ഉപയോഗിക്കുന്ന വാക്കായ സ്റ്റുഡിയോ എന്ന് തന്നെയാണ് അയാൾ കരുതിയത്. അത് പെൺകുട്ടിക്ക് പോകേണ്ട സ്റ്റുഡിയോ ഔട്ട്ലെറ്റിന്റെ സ്ഥലം കൃത്യമായി പറഞ്ഞു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ ഈ പെൺകുട്ടിയുടെ അനാവശ്യമായ ഇടപെടലും അഹങ്കാരവും കാരണം അദ്ദേഹത്തിന്റെ ജീവിതമാർഗമാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിലായത്. അദ്ദേഹം പറയുന്നത് ഇത് കടമെടുത്ത് ഓടിക്കുന്ന വണ്ടിയാണെന്നാണ്. ഈ പ്രായത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിക്കുമ്പോൾ ആകെ തളർന്ന ഒരവസ്ഥയിലായിരിക്കും അദ്ദേഹം. എന്നാലും ജീവിത പ്രശ്നങ്ങൾ കാരണം രാത്രി വരെ അവർ വണ്ടി ഓടിക്കുന്നുണ്ട്. കൂടാതെ ഇദ്ദേഹം പ്രഷറിന്റെയും ഷുഗറിന്റെയും മരുന്ന് കഴിക്കുന്ന ഒരു രോഗി കൂടിയാണെന്ന് പറയും. ഫാസ്മിന സക്കീർ എന്ന ഉപയോക്താവ് പങ്കുവച്ച വീഡിയോയെ തുടർന്നാണ് പാവൻ ഡ്രൈവർക്ക് ഈ അവസ്ഥയുണ്ടായത്. വെറും സോഷ്യൽ മീഡിയയിലെ റീച്ചിനും ലൈക്കിനും വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം. ഇത് ചൂണ്ടിക്കാണിച്ച് നിരവധി പേരാണ് ഇപ്പോൾ ഡ്രൈവർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തീർത്തും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച ഒരു വ്യക്തിയുടെ ഉപജീവനമാർഗം തകർക്കുന്നതിനെതിരെ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ എന്റെ ഓട്ടോയും 1 ലക്ഷം രൂപയും തരാം എന്ന് സങ്കടത്തോടെ പറയുന്ന ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കും. സോഷ്യൽ മീഡിയയിലെ ഇത്തരം അനാവശ്യ വീഡിയോകൾ പലരുടെയും ജീവിതം തകർത്തിട്ടുണ്ട്. തെളിവില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കർശനമായും നിരോധിക്കേണ്ട ഒന്നാണ്. ഇതേപോലെ ബസ്സിൽ അപമര്യാദയെ പെരുമാറിയെന്ന് ആരോപിച്ച് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഒരു യുവാവ് ജീവനൊടുക്കിയിരുന്നു. സംഭവത്തിൽ വീഡിയോ ചിത്രീകരിച്ച വടകര സ്വദേശിനിയായ ഷിംജിത മുസ്തഫയുടെ പേരിൽ പോലീസ് കേസും എടുത്തിരുന്നു. അവർക്ക് ഇനി ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും അവിടെ ആ യുവാവിന് അയാളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വണ്ടി നമ്പർ സഹിതം പോലീസിൽ അറിയിക്കുക. അല്ലാതെ ഒരു കേവല സംശയത്തിന്റെ പേരിൽ അയാളെ സമൂഹത്തിന് മുന്നിൽ പരസ്യ വിചാരണ ചെയ്യാൻ ഇട്ടുകൊടുക്കരുത്. അയാൾക്ക് മാത്രമല്ല ഇത്തരം സംഭവങ്ങളിൽ അപമാനം ഉണ്ടാകുന്നത്. മക്കൾക്കും കുടുംബത്തിനും ബന്ധുക്കൾക്കുമൊക്കെ അത് മനോവേദന ഉണ്ടാക്കുമെന്ന് ലൈക്കിനായി വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക.